അതിന് ഏതായാലും കിറ്റക്സ് വിഷയം തന്നെ നോക്കാം അല്ലേ? ചർച്ചയിൽ തീരുമോ തർക്കം? കിറ്റക്സ് MD സാബു ജേക്കബ് ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് മന്ത്രിതല ചർച്ച നടക്കുകയാണ്. വ്യവസായ, ആരോഗ്യ, തൊഴിൽ മന്ത്രിമാരാണ് പങ്കെടുക്കുന്നത്. സർക്കാർ നിലപാടുകളിൽ പ്രതിഷേധിച്ച് പുതിയ നിക്ഷേപ പദ്ധതിയിൽ നിന്നും പിന്മാറുമെന്ന കിറ്റക്സിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ യോഗം. കിറ്റക്സ് വിവാദങ്ങളെ പിൻപറ്റി കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷത്തെ തന്നെ മോശമായി ചിത്രീകരിക്കുന്ന പ്രചരണം വ്യാപകമാണ്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. വൈകിട്ട് വ്യവസായ, തൊഴിൽ, ആരോഗ്യമന്ത്രിമാരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. ബന്ധപ്പെട്ട വകുപ്പുകളിലെ പ്രധാന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ആരോഗ്യ, തൊഴിൽപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കിറ്റക്സിനെതിരെ നിരവധി പരാതികൾ സർക്കാർ വകുപ്പുകൾക്ക് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പരിശോധന നടന്നത്. ഓരോ വകുപ്പുകളും ഇതുവരെ നടത്തിയ ഇടപെടലുകൾ ബന്ധപ്പെട്ട മന്ത്രിമാർ വിശദീകരിക്കും. നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പരിശോധനകളിൽ പ്രതിഷേധിച്ച് പുതിയ പദ്ധതികൾ കേരളത്തിൽ തുടങ്ങില്ലെന്ന് കിറ്റക്സ് MD സാബു M ജേക്കബ് അറിയിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. അതേസമയം ജീവനക്കാരെ രംഗത്തിറക്കി കമ്പനിക്കെതിരായ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് കിറ്റക്സ് മാനേജ്മെന്റ്. സേവ് കിറ്റക്സ് ക്യാമ്പയിന്റെ ഭാഗമായി സ്ഥാപനത്തിലെ ജീവനക്കാരെ പങ്കെടുപ്പിച്ച് ഇന്ന് വൈകിട്ട് പ്രതിഷേധ ജ്വാല നടത്തും. VS അനുവും ഡാനി പോളും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം നമുക്ക് VS അനുവിലേക്ക് പോകാം. അനു, സർക്കാരിന് കുറേ അധികം പ്രതിരോധത്തിലാകേണ്ട ഒന്നൊരു സംഗതിയായി മാറിയത്. കാരണം 35,000 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുകയും അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ അത് മന്ത്രി അടക്കം പക്ഷേ നിലപാടിൽ നിന്ന് പിന്നോട്ടുള്ള സാഹചര്യം ഇന്നലത്തെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടില്ല. ഇന്ന് ഒരു യോഗം നടക്കുന്നു, അതിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമെന്നറിയുന്നു. എന്താണ് സർക്കാർ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ആലോചന, ഒപ്പം വിലയിരുത്തൽ? രഞ്ജിത്ത്, ഏറ്റവും പ്രധാനമായും സംസ്ഥാനത്തിന് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്ക് പ്രത്യേകിച്ച് ഈ കിറ്റക്സിനെ മറ്റു സംസ്ഥാനങ്ങൾ സ്വാഗതം ചെയ്ത് മുന്നോട്ട് വരുന്നതോടുകൂടി അതൊരു പ്രതിസന്ധിയിലേക്ക് സർക്കാർ സംവിധാനങ്ങളെ മാറ്റുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ അതേസമയം ഇക്കാര്യത്തിൽ യാതൊരുവിധ രാഷ്ട്രീയ ഇടപെടലുകളും CPMന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നും മന്ത്രിമാർ വ്യക്തമാക്കുന്നുണ്ട്. 3,500 കോടി രൂപയുടെ പദ്ധതികളിൽ നിന്ന് കിറ്റക്സ് പിന്മാറുന്നു എന്ന് പറയുമ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ അത് സംസ്ഥാനം സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളും ഒരുപക്ഷെ ഈ നിലപാടിൽ അല്ലെങ്കിൽ കിറ്റക്സിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നില്ല, BJP ഒഴികെയുള്ളവർ. കാരണം കിറ്റക്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ആദ്യം അവതരിപ്പിച്ചത് PT തോമസ് MLA ആണ്. ഈ കിറ്റക്സുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന മലിനീകരണം, അവിടെ നടക്കുന്ന തൊഴിൽ ചൂഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കിറ്റക്സ് കോൺഗ്രസ് MLA PT തോമസ് ആണ് സഭയിൽ ഉന്നയിച്ചത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി താങ്കൾക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അതിൽ പരിശോധന നടത്താം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രി സഭയിൽ കിറ്റക്സിന്റെ പേര് എടുത്തു പറയാതെയാണ് ഇത്തരത്തിലുള്ള മറുപടി നൽകിയത്. കാരണം ഒരു പ്രത്യേകിച്ചൊരു സ്ഥാപനത്തിന്റെ പേര് പറയേണ്ട സാഹചര്യമില്ല എന്നാണ് മുഖ്യമന്ത്രി എന്ന നിലപാട് വ്യക്തമാക്കിയത്. ഏതായിരുന്നാലും ഇപ്പോൾ നിരവധി തവണ ഈ പരാതികളുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടക്കുന്നു. ഇന്നലെ P രാജീവ് പറഞ്ഞതുപോലെ ഈ മിന്നൽ പരിശോധനകൾ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നത് സർക്കാർ നിലപാടല്ല എന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഇത്തരം അതായത് ഇപ്പോൾ ഈ പരാതികൾ ലഭിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് സർക്കാർ നിലപാട്. അത് ആരോഗ്യ, അതുപോലെ തന്നെ വ്യവസായ മന്ത്രിമാരുമായിട്ടൊക്കെ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ P രാജീവ് അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. വ്യവസായ വകുപ്പിലെയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിലെയും തൊഴിൽ വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയം കൂടുതൽ വഷളാക്കാതെ കൈകാര്യം ചെയ്യാം എന്നുള്ള ഒരു നിലപാടിലേക്കും സർക്കാർ വന്നാൽ കൂടി ഈ പ്രശ്നങ്ങളിൽ അതായത് ഈ പരിശോധനകൾ ഉദ്യോഗസ്ഥ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നമായി തുടരുകയാണെങ്കിൽ അത് അതിന്റെ നിയമപരമായ നടപടികളിലേക്ക് പോകട്ടെ എന്നൊരു നിലപാടിലാണ് സർക്കാർ ഉള്ളത്. രഞ്ജിത്ത്, അനു, ഇതിൽ പ്രധാനപ്പെട്ട വിഷയം സഭയിലും കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളം ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 വിഭാഗമാവുന്നു, ഭയങ്കര വൈകാരികമായ പ്രതികരണങ്ങൾ. യാഥാർത്ഥ്യം എന്ത് അല്ലെങ്കിൽ എന്തൊക്കെ എന്നുള്ളതിലേക്ക് ഇനിയും അന്വേഷണം വേണ്ടി വരുന്നു. അനൂപ പറഞ്ഞതുപോലെ തന്നെ ഈ പരാതികളുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. ഈ പറഞ്ഞതുപോലെ ഇത്രയും വലിയൊരു പ്രോജക്റ്റിന് പിന്മാറുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഇമേജിന് കോട്ടവും തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 യാഥാർത്ഥ്യങ്ങളെയും കണ്ടുകൊണ്ട് തന്നെയല്ലേ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ?
തീർച്ചയായും ഗോപി, അത് തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ച് ഒരു വിഷമഘട്ടം എന്ന് പറയുന്നത്. കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരാതികളല്ല, ഇത് പക്ഷേ ഇപ്പോൾ വരുന്നത് ഇതൊരു രാഷ്ട്രീയ മാനം നൽകിക്കൊണ്ടുള്ള സർക്കാർ ഇടപെടലാണ്. പ്രത്യേകിച്ച് 2020യുമായി ബന്ധപ്പെട്ട് ആ തരത്തിലാണ് വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നത്. ഈ വിഷയത്തിൽ BJP കൃത്യമായി അവർ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. കാരണം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഈ കിറ്റക്സിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഇടപെടലൊക്കെ ഉണ്ടാകുന്നത് ആ തരത്തിലുമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായിരുന്നാലും സർക്കാരിനെ സംബന്ധിച്ച് ഒരു 3500 കോടി രൂപയുടെ ഒരു പദ്ധതിയിൽ നിന്നും സംരംഭകൻ പോവുക എന്ന് പറയുമ്പോൾ അതൊരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല എന്ന ഒരു ഇമേജിലേക്ക് സംസ്ഥാനം പോകും. പക്ഷേ ഗോപി സൂചിപ്പിച്ചതുപോലെ നിരവധി പരാതികളുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു നദിയുടെ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കിറ്റക്സിൽ നിന്നുള്ള മലിനീകരണം, കിറ്റക്സ് എന്ന സ്ഥാപനം അവിടെ ആ നദിയെ മലിനപ്പെടുത്തുന്ന അടക്കമുള്ള അവിടുത്തെ പഞ്ചായത്തിന്റെ അടക്കമുള്ള റിപ്പോർട്ടുകളുണ്ട്. ഈ റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് സർക്കാർ സംവിധാനങ്ങളുടെ, അതായത് പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിന്റെയൊക്കെ ഇടപെടൽ ഉണ്ടാകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി വ്യവസായ വകുപ്പ് മന്ത്രിയുമായും ആരോഗ്യമന്ത്രിയുമായും തൊഴിൽ മന്ത്രിയുമായും ചർച്ച നടത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ ഒരു രമ്യമായ പരിഹാരം എങ്ങനെ ഉണ്ടാകും എന്ന് ഇന്നത്തെ ഈ മന്ത്രിതല ചർച്ചയിൽ തീരുമാനമാകുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും ഈ എന്താണ് സർക്കാർ എടുക്കുന്ന തീരുമാനം എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചൊരു മൈൽസ്റ്റോണാണ്. ഈ പരാതികൾ ഒരു ഭാഗത്ത്, സർക്കാരിന്റെ ഇമേജ് ഒരു ഭാഗത്ത്, അതിനിടയിൽ സർക്കാർ എടുക്കുന്ന തീരുമാനം എന്ത് എന്നുള്ളതാണ് കേരളം സാഗൂതം നോക്കുന്നത്. അപ്പോൾ ഈ കിറ്റക്സിന്റെ പ്രതിനിധികളെ ഒന്നും ഈ യോഗത്തിന് ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ കിറ്റക്സിന്റെ പ്രതിനിധികളുമായുള്ള ചർച്ചയും ഒന്നുമല്ലല്ലോ. അവർ ഈ വ്യവസായ വകുപ്പിന്റെ ഒരു യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്നു എന്നല്ലേ ഉള്ളൂ. ഇന്നലെ കിറ്റക്സിന്റെ MD പറഞ്ഞത് ഞങ്ങൾക്ക് ഈ യോഗവുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവുമില്ല, ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ്. രഞ്ജിത്ത്, ഇത് കിറ്റക്സുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല, ഇത് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത മന്ത്രിതല ചർച്ചയാണ്. അതായത് ഈ 3 വകുപ്പുകൾ, വ്യവസായ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, അതുപോലെ തന്നെ തൊഴിൽ വകുപ്പ്, ഈ 3 മന്ത്രിമാരുമായി എന്താണ് വിഷയം എന്ന് ചോദിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. മാത്രമല്ല ഇതിലെ ഉന്നത ഉദ്യോഗസ്ഥരും സ്വാഭാവികമായും ഈ നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി അവരും പങ്കെടുക്കും. അല്ലാതെ മറ്റ് ഈ സർക്കാർ സംവിധാനത്തിനകത്തുള്ള ഒരു യോഗമാണ് ഇന്ന് വൈകിട്ട് നടക്കുന്നത്. അനുവിലേക്ക് തിരിച്ചു വരാം. ഡാനി കൂടി ചേരുന്നു. ഡാനി, ഇന്ന് തൊഴിലാളികളെ അണിനിരത്തിയുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ സേവ് കിറ്റക്സ് എന്ന ക്യാമ്പയിൻ, എന്താണ് അങ്ങനെ ഒരു ക്യാമ്പയിൻ്റെ സാങ്കത്യം? ഒരു വ്യവസായിയും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അത് തീർക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു. അതിനിടയിൽ ഈ ഒരു പ്രതിഷേധത്തിൻ്റെ പ്രാധാന്യം എന്താണ്, സാങ്കത്യം എന്താണ്? ഗോപി, കിറ്റക്സിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന അവരുടെ ഒരു ഭാഷ തന്നെ കടമെടുത്താൽ അത് അവരുടെ ഒരു നിലനിൽപ്പിനായുള്ള ഒരു യുദ്ധം തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുകയായിരുന്നു ഈ കാലം അത്രയും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും അവർ പറഞ്ഞത് തങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള വഴിവിട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടമ്പ്രയാർ പോലുള്ള ഒരു നദിയെ മലിനീകരിക്കുന്നുണ്ടെങ്കിൽ അത് വസ്തുനിഷ്ഠമായിട്ട് തന്നെ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ കിറ്റക്സ് MD സാബു ജേക്കബ് തന്നെ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും തുടർ പരിശോധനകൾ നടക്കുന്നു. ഇത് തങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണെന്ന് അവർ അതിലൂടെ തന്നെ സമർത്ഥിക്കുകയാണ്. മറ്റെവിടെയും ഇത്തരം പരിശോധനകൾ നടത്തുന്നില്ല. എന്തുകൊണ്ട് തങ്ങളുടെ ഓഫീസുകളിൽ മാത്രം തുടർച്ചയായി സംസ്ഥാനത്തിൻ്റെ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ മറ്റ് തൊഴിൽ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഇവരെല്ലാം നിരന്തര പരിശോധനകൾ നടത്തുന്നു. ഈ പരിശോധനകൾക്കൊന്നും തന്നെയും യാതൊരു രീതിയിലുള്ളൊരു റിസൾട്ട് ലഭിക്കുന്നില്ല, പരിശോധനാ ഫലം എന്തെന്ന് പറയുന്നില്ല. പക്ഷേ മാനസികമായ ഒരു പീഡനം തുടർച്ചയായി തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ നിലനിൽക്കേണ്ടത് തങ്ങളുടെ മാത്രം കാര്യമാണ്, ആ രീതിയിൽ തന്നെ തുടരേണ്ടത്. അതുകൊണ്ട് ഈ രീതിയിലുള്ളൊരു അതിജീവനത്തിന് വേണ്ടി തങ്ങൾക്ക് പുറത്ത് ഇറങ്ങിയേ പറ്റൂ, അവർക്ക് വേണ്ടി അത്തരം ശ്രമങ്ങൾ നടത്തിയേ പറ്റൂ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സേവ് കിറ്റക്സ് എന്നൊരു ക്യാമ്പയിന് വേണ്ടി തുടക്കം കുറിച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ വ്യവസായ മേഖല അടക്കം ഇത്തരം ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. കൂടുതൽ പേരിലേക്ക് ഈ രീതിയിലുള്ളൊരു പരിശോധനകളും കാര്യങ്ങളും അന്യായമായി ഇവിടെ നടക്കുന്നു. അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കണം. ആ രീതിയിലേക്ക് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത്തരം ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായേക്കാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ പേർ ഒരുപക്ഷെ വ്യവസായ ലോകത്തു നിന്ന് പിന്തുണയുമായി കിറ്റക്സിന് എത്തിയേക്കാമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് അതിൻ്റെ തുടക്കം എന്നോളമാണ്.
കിഴക്കമ്പലത്തെ കിറ്റക്സ് കമ്പനിയുടെ തൊഴിലാളികൾ മുഴുവനായും തന്നെ അണിനിരന്നുകൊണ്ട് ഏതാണ്ട് 10,000-ഓളം വരുന്ന തൊഴിലാളികൾ തന്നെ വിവിധ ഭാഗങ്ങളിലായി തന്നെ അവർക്കുണ്ട്. അപ്പോൾ തൊഴിലാളികൾ നിരന്നുകൊണ്ട് മെഴുകുതിരി കത്തിച്ചുകൊണ്ടാണ് സേവ് കിറ്റക്സ് ക്യാമ്പയിന് പ്രതിഷേധ ജ്വാല തെളിയിക്കുന്നത്. ഇതൊരു തങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ടുള്ള ഒരു പ്രതികരണം മാത്രമായിട്ടാണ് ഇവർ അടയാളപ്പെടുത്തുന്നത്. പക്ഷേ ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള തങ്ങളുടെ ഒരു പോരാട്ടത്തിന്റെ തുടക്കം തന്നെയാണെന്ന് അവർ കുറിക്കുന്നു. ഏത് രീതിയിലുള്ള പരിശോധനയ്ക്കും തയ്യാറാണ്. പക്ഷേ നിരന്തരമായി ഒരു കാരണവുമില്ലാതെ ഓഫീസുകളിൽ കയറി ഇറങ്ങുക, വിവിധ വകുപ്പുകളിൽ പരിശോധന നടത്തുക, ഈ പരിശോധനകളുടെ ഫലമൊന്നും പറയാതിരിക്കുക, ആ രീതിയിലുള്ളൊരു മാനസിക പീഡനം തങ്ങളെ തകർക്കുവാൻ വേണ്ടി മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണെന്നാണ് കിറ്റക്സ് മാനേജ്മെന്റിന്റെ വാദം. അപ്പോൾ അതിന് ഒരു പ്രതികരണം എന്ന രീതിയിലാണ്, അതിന്റെ തുടക്കം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇന്ന് പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് വരുന്നത്. ഗോപി, ശരി. ഡാനി പോളാണ്, അപ്പം VS അനുവുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, മുട്ടിൽ മരമുറി കേസിലെ പ്രതികളെ പിടികൂടാനാകാതെ വനംവകുപ്പും പോലീസും എറണാകുളത്തെത്തിയ വനംവകുപ്പ് സംഘം വയനാട്ടിലേക്ക് മടങ്ങി. 3 പ്രതികളും എറണാകുളത്തുണ്ടെങ്കിലും ADGP ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനും ഇവരെ പിടികൂടാനായില്ല. ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലിനെ തുടർന്നാണ് വനംവകുപ്പും പോലീസും നിഷ്ക്രിയമായതെന്നാണ് ആക്ഷേപം. വിനേഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. വിനേഷ്, ഈ പ്രതികളെ പിടികൂടുകയോ ചോദ്യം ചെയ്യാനാവുകയോ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അതെങ്ങനെ ഒരുങ്ങി? പോലീസിനെതിരെയാണോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് അടക്കം ഉന്നയിക്കുന്ന ആരോപണം? രഞ്ജിത്ത്, ഇതിൽ പ്രധാനമായും ഈ വനം വകുപ്പ് മാത്രം ഈ 3 പ്രതികൾക്കെതിരെ, അതായത് മാംഗോ സഹോദരന്മാരായ റോജി, ആൻഡോ, അതുപോലെ ജോസൂട്ടി, ഇവർക്കെതിരെ 42 കേസുകൾ എടുത്തിട്ടുണ്ട്. പോലീസ് ആകട്ടെ മറ്റ് മരം മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും തഹസിൽദാരെ ഭീഷണിപ്പെടുത്തൽ, റേഞ്ച് ഓഫീസറുടെ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് പോലീസും കേസെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാം, ഈ വനം വകുപ്പിന്റെ കേസിൽ ബയോഡൈവേഴ്സിറ്റി ആക്ട് ഉൾപ്പെടെയുള്ളതിനാൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് താനും. ഈ ഇത്രയും കേസുകളിൽ ജാമ്യം കിട്ടില്ല. ഇന്നിപ്പോൾ ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയി ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് ഒരു കേസിൽ ജാമ്യം കിട്ടിയാൽ പോലും മറ്റു കേസിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിലവിലെ സാഹചര്യത്തിൽ തടസ്സവുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് വയനാട്ടിൽ നിന്നുള്ള വയനാട് മേപ്പാടി റേഞ്ച് ഓഫീസർ MK സമീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ 5 ദിവസത്തോളമായി കൊച്ചിയിൽ ക്യാമ്പ് ചെയ്ത് പ്രതികളെ പിടികൂടാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഈ സമയത്തൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുമുള്ള സഹകരണം ഇവർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം വനം വകുപ്പിന് വലിയ ഫോഴ്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടണമെങ്കിൽ പോലീസിന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. കാരണം ഈ പ്രതികൾക്ക് ഉന്നതലങ്ങളിൽ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടണമെങ്കിൽ കുറച്ച് റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പിടികൂടാൻ ഇവർ സ്ഥലം കണ്ടെത്തുക. എറണാകുളത്ത് ഇവർ ഉണ്ടെന്ന് മനസ്സിലാക്കി 3 പ്രതികൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ സംഘം അങ്ങോട്ട് തിരിച്ച് 5 ദിവസത്തോളം അവിടെ ചെലവഴിച്ച ശേഷം പ്രതികളെ പിടികൂടാനാവാതെ കഴിഞ്ഞ ദിവസം സംഘം തിരിച്ചു വരികയാണ് ഉണ്ടായത്. എന്നാൽ പ്രതികളാവട്ടെ, പോലീസാവട്ടെ പ്രതികളെ ഇതുവരെ പിടികൂടാനോ അല്ലെങ്കിൽ മറ്റ് നടപടിയിലേക്ക് പോയിട്ടുമില്ല. അപ്പോൾ ഉന്നതങ്ങളിൽ നിന്നുള്ള ഒരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആക്ഷേപം പരിസ്ഥിതി പ്രവർത്തകർ ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ഈ ശ്രീജിത്തിന്റെ നേതൃത്വം, ADGP ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവുമുണ്ട്. ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും പ്രതികളെ പിടികൂടാൻ ഇതുവരെയും ഉണ്ടായിട്ടില്ല. കാരണം ഇവർ 3 പേരും എറണാകുളത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. പോലീസ് ഇവരുടെ ഫോൺ ലൊക്കേറ്റ് ചെയ്തപ്പോൾ ഇവർ എറണാകുളം ജില്ലയുടെ സിറ്റിയിലും പല ഭാഗങ്ങളിലുമായി ഇവരെ ഉണ്ടെന്ന് ഇവർക്ക് ഇവരുടെ ഫോൺ വിവരങ്ങൾ കൂടെ ലഭ്യമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഇതിലൊരു മുഖ്യപ്രതിയായ ആൻഡോ അഗസ്റ്റിൻ ഒരു ചാനലിൽ ഇതിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെയാണ് പ്രതികളെ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് വനം വകുപ്പ് പറയുന്നത്. അടുത്ത ദിവസം തന്നെ പ്രതികളെ പിടികൂടുമെന്നാണ് കഴിഞ്ഞ ദിവസം വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത്. റവന്യൂ മന്ത്രിയും എല്ലാം ഇതൊക്കെ തന്നെ ആവർത്തിക്കുമ്പോഴാണ് പ്രതികൾ എറണാകുളത്ത് ഉണ്ട് താനും പോലീസിന്റെ ഭാഗത്തുനിന്ന് സഹകരണമില്ലാതെ വനം വകുപ്പിന് തിരിച്ച് വയനാട്ടിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്ന ഒരു ഗതികേടുണ്ടായിരിക്കുന്നത്. വിനേഷ്, ഒരു കാര്യം കൂടി, ഇത്തരം വിനേഷ് പറഞ്ഞ പോലെ 42 കേസുകളുണ്ട്, അതിൽ തുടർ നടപടിയുണ്ട്. ഈ പ്രതികളെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും പറ്റാതെ പിന്നെ എങ്ങനെ തുടർ നടപടി ഉണ്ടാവാനാണ് ഇതിൽ? ഗോപീകൃഷ്ണൻ, അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. കാരണം പ്രതികളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. ഇതിന്റെ മൊഴിയെടുക്കാൻ പോലും വിളിച്ച സമയത്ത് പോലും മീനങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതികൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇതിൽ മരമുറി, അതായത് ഈട്ടിക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ മോഷണത്തിന് കേസെടുത്തിരുന്നു. ഈ മോഷണത്തിന് കേസെടുത്ത കേസിൽ പോലും പ്രതികളെ ചോദ്യം ചെയ്യാനോ അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനോ ഒന്നും തന്നെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ ഈ റേഞ്ച് ഓഫീസർ സമീറിനെതിരെ ഭീഷണി മുഴക്കിയതുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ട്. ഇതിൽ പോലും ഈ പ്രതികൾ ആരും തന്നെ സഹകരിക്കുന്നില്ല. നമുക്കറിയാം,
ഇവർ മാംഗോ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിരവധി തട്ടിപ്പുകളിൽ പ്രതിയായവരാണ്, പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ്, ജയിലിൽ കിടന്നവരാണ്. ഇങ്ങനെയുള്ള വലിയൊരു മാഫിയ തന്നെയാണ് മുട്ടിൽ മരമുറി കേസിൻ്റെ പിന്നിലുള്ളത്. എങ്കിൽ പോലും ഇവർക്ക് ഭരണതലങ്ങളിൽ വലിയ തോതിലുള്ള സ്വാധീനമുണ്ട് എന്നുള്ളൊരു ആക്ഷേപം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ആക്ഷേപം ശരിവെക്കുന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടി. വനം വകുപ്പിലെ ഒരു വിഭാഗം, അതായത് വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് ഈ അന്വേഷണ സംഘത്തിലുള്ള അതായത് ഇത്രയും വിവാദമായ കേസിൽ സംഭവത്തിൽ കേസെടുത്തു അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ എന്നർത്ഥം അല്ലേ വിനേഷ്? ചുരുക്കി പറഞ്ഞാൽ വിനേഷ് കുമാറാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. രാജ്യത്ത് പെട്രോൾ വില വീണ്ടും വർദ്ധിപ്പിച്ചതോടെ സംസ്ഥാനത്താകെ പെട്രോൾ വില 100 കടന്നു. പെട്രോൾ ലിറ്ററിന് 35 പൈസയാണ് വർദ്ധിപ്പിച്ചത്. കൊച്ചിയിൽ പെട്രോൾ വില ലിറ്ററിന് 100 രൂപ 8 പൈസയായി. തിരുവനന്തപുരത്ത് ജൂൺ 24-നും കോഴിക്കോട്, തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ ഇന്നലെയും പെട്രോൾ വില 100 കടന്നിരുന്നു. ഡീസലിന് ഇന്ന് വില വർദ്ധിപ്പിച്ചിട്ടില്ല. ഏതായാലും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇന്ന് വിദഗ്ധ സംഘം, കേന്ദ്ര സംഘം കേരളത്തിലെത്തുന്നുണ്ട്. കോവിഡ് സാഹചര്യം അത് കണക്കുകൾ നമുക്കൊട്ടും ആശ്വാസകരമല്ല. കാരണം ഇത്രയും ദിവസമായിട്ട് ഇന്നലെയും 10.25% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്, അതായത് കുറയുന്നില്ല എന്നർത്ഥം. സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സംഘം സംസ്ഥാനത്തെത്തി. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ സന്ദർശനം നടത്തുന്ന സംഘം ജില്ലാ കലക്ടറുമായും ആരോഗ്യവകുപ്പ് ഉന്നതരുമായും കൂടിക്കാഴ്ച നടത്തും. നാളെ കൊല്ലത്തും മറ്റന്നാൾ പത്തനംതിട്ടയിലും സന്ദർശനം നടത്തും. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചികിത്സ വിലയിരുത്തും. ഡോക്ടർ രുചി ജെയിൻ, ഡോക്ടർ വിനോദ് കുമാർ എന്നിവരാണ് സംഘത്തിലുള്ളത്. വ്യാപനം കുറയാത്ത 6 ജില്ലകളിലേക്കാണ് കേന്ദ്രം വിദഗ്ധ സംഘത്തെ അയച്ചിരിക്കുന്നത്. കേരളത്തിൽ രോഗസ്ഥിരീകരണ നിരക്ക് ഒരു മാസമായി 10-ന് മുകളിൽ തുടരുകയാണ്. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. ഇതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് കാണുക. മറ്റൊന്ന്, സുപ്രീം കോടതിയിൽ ഇന്ന് വരുന്നൊരു കേസാണ് നിയമസഭാ കയ്യാങ്കളി കേസ്. ഹൈക്കോടതി ഇത് പിൻവലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്. ഒരുപക്ഷെ നമുക്ക് ഓരോരുത്തർക്കും തന്നെ നമ്മളെ മണ്ടന്മാരാക്കുന്ന ഒരു നടപടിയായിട്ട് തോന്നിയേക്കാം. ഏതായാലും സുപ്രീം കോടതിയിൽ ആ കേസ് വരെയാണ്. സുപ്രീം കോടതി എന്ത് തീരുമാനിക്കുന്നറിയാം. കാരണം നമ്മൾ കൺമുന്നിൽ കണ്ട ഒരു കേസാണ്, അത് പിൻവലിക്കണം എന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. ഏതായാലും നിയമസഭാ കേസ്, കയ്യാങ്കളി കേസ് പിൻവലിക്കാൻ അനുമതി തേടി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മന്ത്രി വി ശിവൻകുട്ടി, മുൻ മന്ത്രിമാരെ ഇ പി ജയരാജൻ, കെ ടി ജലീൽ തുടങ്ങിയവർ നൽകിയ അപ്പീലും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ തടസ്സ ഹർജിയും ഒരുമിച്ചാണ് പരിഗണിക്കുന്നത്. ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ടാണ് ഹർജികളെന്നും എല്ലാം ഒരുമിച്ച് തിങ്കളാഴ്ച ലിസ്റ്റ് ചെയ്യാനുമായിരുന്നു കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് നിർദ്ദേശിച്ചത്. കേസ് പിൻവലിക്കാനുള്ള അപേക്ഷ തിരുവനന്തപുരം CJM കോടതി നേരത്തെ തള്ളിയിരുന്നു. CJM കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതിയും തള്ളി. കേസ് നിലനിൽക്കുമെന്നും EP ജയരാജൻ, KT ജലീൽ, വി ശിവൻകുട്ടി, K അജിത്, K കുഞ്ഞഹമ്മദ്, CK സദാശിവൻ എന്നിവർ വിചാരണ നേരിടണമെന്നുമായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. സ്പീക്കറുടെ അനുമതിയില്ലാതെ നിയമസഭാ സെക്രട്ടറി നൽകിയ കേസ് നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മന്ത്രി വി ശിവൻകുട്ടി, മുൻ മന്ത്രിമാരായ EP ജയരാജൻ, KT ജലീൽ തുടങ്ങിയവർ വെവ്വേറെ ഹർജിയും നൽകിയിട്ടുണ്ട്. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്റെ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ടാണ് രമേശ് ചെന്നിത്തലയുടെ തടസ്സ ഹർജി. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കൊള്ളക്കം സൃഷ്ടിച്ച നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ന് 1 വർഷം. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത കേസിൽ ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. പ്രതിസന്ധിയിലാക്കിയ കേസിനെ അതിജീവിച്ച് തുടർഭരണം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇടതു സർക്കാർ. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസി തെളിവെടുപ്പിനെത്തിയ അപൂർവ കേസാണിത്. സ്വർണം ഒളിപ്പിച്ച നയതന്ത്ര ബാഗേജ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്നത് ജൂൺ 30-ന്. സംശയത്തെ തുടർന്ന് പിടിച്ചെടുത്ത ബാഗേജ് ജൂലൈ 5-ന് തുറക്കുമ്പോഴാണ് 15 കോടി മൂല്യമുള്ള സ്വർണം പിടിച്ചെടുക്കുന്നത്. UAE കോൺസുലേറ്റ് ജീവനക്കാരനായിരുന്ന PS സരിത്തിനെ ആദ്യം കസ്റ്റഡിയിലെടുത്തു. തുടർന്നാണ് കൂട്ടുപ്രതികളായ സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവരിലേക്ക് അന്വേഷണം എത്തുന്നത്. സ്വപ്നയിലേക്കുള്ള അന്വേഷണം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കർ വരെ എത്തി. ജൂലൈ 10-ന് അന്വേഷണം ഏറ്റെടുത്ത NIA സംഘം ഒളിവിലായിരുന്ന സ്വപ്നയെയും സന്ദീപിനെയും അറസ്റ്റ് ചെയ്തു.
സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് കസ്റ്റഡിയിലായത് സന്ദീപ് നായർക്കൊപ്പമാണ്. ഈ കേസിലെ തന്നെ കൂട്ടുപ്രതി സന്ദീപ് നായർക്കൊപ്പമാണ് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അല്പനേരം മുമ്പാണ് ഈ കസ്റ്റഡി വാർത്ത, കസ്റ്റഡിയിലായ അവർ പിടികൂടപ്പെട്ട വാർത്ത VS അനു, ഞങ്ങളുടെ റിപ്പോർട്ടർ, ലോകത്തെ അറിയിക്കുന്നത്. സ്പീക്കറായിരുന്ന P. ശ്രീരാമകൃഷ്ണൻ, മന്ത്രിയായിരുന്ന KT ജലീൽ എന്നിവരും ആരോപണ വിധേയരായി. കേസ് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയതോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള രാഷ്ട്രീയ പോര് ശക്തമായി. ശിവശങ്കറിന്റെ അറസ്റ്റും ജലീലിന്റെ മൊഴിയെടുക്കലും ഉൾപ്പെടെ പിണറായി സർക്കാർ പ്രതിരോധത്തിലായ ദിവസങ്ങൾ. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിക്കുന്നുവെന്ന സ്വപ്നയുടെയും സന്ദീപിന്റെയും വെളിപ്പെടുത്തലുകളിൽ ഇഡിക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് സംസ്ഥാനം അസാധാരണ നടപടികളിലേക്ക് നീങ്ങി. ക്രൈംബ്രാഞ്ച് FIR റദ്ദാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതോടെ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു. UAE കോൺസൽ ജനറലും അറ്റാഷയ്ക്കും പങ്കുണ്ടെന്ന് വാദിക്കുന്ന കേസന്വേഷണം നിലവിൽ എങ്ങുമെത്താത്ത അവസ്ഥയിലാണ്. കേസന്വേഷണം മന്ദഗതിയിലാക്കിയത് CPM BJP ധാരണയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കിയുടെ ഭാര്യയെ കസ്റ്റംസ് ഇന്ന് ചോദ്യം ചെയ്യും. രാവിലെ 11 മണിക്ക് കൊച്ചി ഓഫീസിൽ ഹാജരാവാനാണ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ വീട്ടിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ നിർണായകമായ തെളിവുകൾ ലഭിച്ചിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ കഴിയുന്ന രേഖകളും ഡിജിറ്റൽ തെളിവുകളും കിട്ടിയതായി കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ആയങ്കിയുടെ ഭാര്യയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. CPMന്റെ അധോലോക മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ യുവമോർച്ച ഇന്ന് ധർണ സംഘടിപ്പിക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യും. യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ധർണയിൽ പങ്കെടുക്കും. മറ്റു വാർത്ത കുറ്റ്യാടിയുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ കുറ്റ്യാടി MLAക്കെതിരെ നടപടിക്ക് ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. ഇപ്പോൾ അവിടുത്തെ പ്രാദേശിക നേതാക്കളിലേക്കും അവിടെ ഉണ്ടായ പ്രകടനത്തിൻ്റെ പേരിൽ നടപടി ഉണ്ടാകാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പരസ്യ പ്രതിഷേധത്തിൽ ഈ നേതാക്കൾക്കെതിരെ നടപടിയുമായി പാർട്ടി നീങ്ങുന്നു. പ്രതിഷേധം തടയാത്തതിന് 3 ഏരിയ കമ്മിറ്റി അംഗങ്ങളോട് വിശദീകരണം തേടി. കുറ്റ്യാടി MLA KP കുഞ്ഞഹമ്മദ് കുട്ടിക്കെതിരായ ജില്ലാ കമ്മിറ്റിയുടെ നടപടിക്ക് പിന്നാലെയാണ് പ്രാദേശിക നേതാക്കളോടും വിശദീകരണം തേടിയത്. കുറ്റ്യാടി സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ പരസ്യ പ്രതിഷേധത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് CPM. ഇന്നലെ ചേർന്ന കുന്നുമ്മൽ ഏരിയ കമ്മിറ്റി യോഗം AC അംഗങ്ങളായ 3 പേരോട് വിശദീകരണം ആവശ്യപ്പെട്ടു. കുന്നുമ്മൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TK മോഹൻദാസ്, KP ചന്ദ്രി, കുന്നുമ്മൽ കണാരൻ എന്നിവരോടാണ് വിശദീകരണം തേടിയത്. KP ചന്ദ്രി കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും TK മോഹൻദാസ് കുറ്റ്യാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാണ്. പരസ്യ പ്രതിഷേധത്തെ പിന്തുണച്ചു, പ്രാദേശിക നേതാക്കളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങളിലാണ് നടപടി. തെരഞ്ഞെടുപ്പ് റിവ്യൂവിനായി ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഇവർക്കെതിരെ വിമർശനമുയർന്നിരുന്നു. കുറ്റ്യാടി MLAയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KP കുഞ്ഞഹമ്മദ് കുട്ടിക്കെതിരെ നടപടി വേണമെന്ന കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. കുറ്റ്യാടിയിലെ പരസ്യ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് കുന്നുമ്മൽ ഏരിയ കമ്മിറ്റി കീഴിലുള്ള കുറ്റ്യാടി വേളൻ ലോക്കൽ കമ്മിറ്റികളിലെ നേതാക്കളാണെന്നാണ് പാർട്ടി വിലയിരുത്തൽ. പരസ്യ പ്രതിഷേധത്തിൽ നേരിട്ട് പങ്കെടുക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്ത പ്രാദേശിക നേതാക്കൾക്കും പാർട്ടി അംഗങ്ങൾക്കുമെതിരെ വരും ദിവസങ്ങളിൽ നടപടിയുണ്ടാവും. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്. ഇന്നലെ ഉച്ചയോടുകൂടി വലിയ ചർച്ചയായ വിഷയമാണ് ശ്രീ മുകേഷിന്റെ ഫോൺ വിളി വിവാദം. ഏതായാലും അതിന് അദ്ദേഹം വിശദീകരണം ഇങ്ങനെ നൽകുന്നു. സഹായം അഭ്യർത്ഥിച്ച് വിളിച്ച വിദ്യാർത്ഥിയോട് പരുഷമായി സംസാരിച്ച ഫോൺ സംഭാഷണം പുറത്തു വന്ന സംഭവത്തിൽ വിശദീകരണവുമായി മുകേഷ് MLA. സംഭാഷണം റെക്കോർഡ് ചെയ്തത് കരുതുകൂട്ടിയാണെന്ന് മുകേഷ് ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. ഒറ്റപ്പാലം സ്വദേശിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണെന്ന് പരിചയപ്പെടുത്തിയാണ് സഹായം അഭ്യർത്ഥിച്ചയാൾ മുകേഷിനോട് സംസാരിച്ചത്. കാര്യമന്വേഷിക്കാതെ പലതവണ വിളിച്ചതിന് ശകാരിക്കുന്ന MLAയുടെ ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. സാർ, എനിക്ക് സാറിന്റെ നമ്പർ ഒരു കൂട്ടുകാരൻ തന്നപ്പോ ഞാൻ വിളിച്ചു നോക്കി. അവന്റെ ചെവുക്കുറ്റി അടിക്കണം. സ്വന്തം പാർട്ടി, സ്വന്തം മണ്ഡലത്തിലുള്ള MLAയുടെ നമ്പർ തരാതെ വേറെ ഏതോ രാജ്യത്തുള്ള വേറെ ഏതോ ജില്ലയിലുള്ള MLAയുടെ നമ്പർ തന്നിട്ട് അവൻ എന്താ പറഞ്ഞത്? അവൻ എന്താ പിള്ളേര് കളിയാണോ ഇത്? സോറി സാർ. സോറി എന്നല്ല, ഇത് വിളച്ചില് ഒരാളെ ശല്യപ്പെടുത്തുക. മാപ്പ് പറഞ്ഞിട്ടും വിദ്യാർത്ഥി എന്ന പരിഗണന പോലും കൊടുക്കാതെ പരുഷമായി സംസാരിച്ച മുകേഷിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനമുയർന്നിരുന്നു. തുടർന്നാണ് MLAയുടെ വിശദീകരണം. ഫോൺ വിളിയിലൂടെ വേട്ടയാടലാണ് നടന്നതെന്ന് വൈകിട്ട് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ മുകേഷ് കുറ്റപ്പെടുത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൻ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഇത്
ഈ നാട്ടിലുള്ള കുട്ടികൾ, രക്ഷകർത്താക്കള് നല്ലവരായിട്ടുള്ളവർ വിശ്വസിക്കരുത്. ഇതിനകത്ത് പക്ക രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഈ സൈബർ സെല്ലിലും പോലീസിലും കമ്മീഷണർക്കും കംപ്ലൈന്റ് കൊടുക്കാൻ പോവാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും ഇവരെ മുന്നിൽ കൊണ്ടുവരും. അർദ്ധരാത്രിയിൽ ഫോൺ വിളിച്ചയാളെ മുകേഷ് തെറി വിളിച്ചതും മീറ്റു ആരോപണവും നേരത്തെ വിവാദമായിരുന്നു. ന്യൂസ് 18 കൊല്ലം. മറ്റു വാർത്തയിലേക്ക് പോയാൽ കാസർഗോഡ് കീഴൂരിൽ മത്സ്യബന്ധന ഫൈബർ വള്ളം അപകടത്തിൽപ്പെട്ട് കാണാതായ 3 പേരുടെ മൃതദേഹം കണ്ടെത്തി. കസബ സ്വദേശികളായ സന്ദീപ്, രതീഷ്, കാഞ്ഞങ്ങാട് അജാനൂർ സ്വദേശി കാർത്തിക് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കോട്ടിക്കുളത്തിന് സമീപം കണ്ടെത്തിയത്. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത്? മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്തെ, ഇന്നലെ പുലർച്ചെയോടെ കൂടിയാണ് ഈ ഫൈബർ വെള്ളം അപകടത്തിൽപ്പെട്ട് 3 പേരെ കാണാതായത്. ഈ ഫൈബർ വെള്ളത്തിൽ 7 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. ഈ 3 പേർക്കായുള്ള തിരച്ചിൽ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് കൂട്ടിക്കുളം കടപ്പുറത്ത് സമീപം ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് സന്ദീപ്, രതീഷ്, കാഞ്ഞങ്ങാട് അജാനൂർ സ്വദേശി കാർത്തിക് എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ അഴിയോട് ചേർന്നാണ് ഈ അപകടമുണ്ടായത്. ശക്തമായ തിരമാലയിൽപ്പെട്ട് ഇവരുടെ ഫൈബർ വള്ളം മറിയുകയായിരുന്നു. നാട്ടുകാരായിരുന്നു 4 പേരെ രക്ഷപ്പെടുത്തിയത്. 3 പേരെ കാണാതാവുകയായിരുന്നു. 3 പേരുടെയും മൃതദേഹങ്ങളാണ് ഇപ്പോൾ കോട്ടിക്കുളത്തിന് സമീപം കണ്ടെത്തിയിരിക്കുന്നത്. KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. പോലീസിന് ജോലി കുറ്റകൃത്യങ്ങൾ തെളിയിക്കുക മാത്രമല്ല, മറിച്ച് കരുതലും പരിപാലനവും കൂടിയാണെന്ന് തെളിയിക്കുകയാണ് മലപ്പുറം പാണ്ടിക്കാട് ആനപ്പാത്ത് കോളനിയിൽ ഈയിടെയുണ്ടായ സംഭവം. കോളനിയിൽ ചാരായവാറ്റ് പിടിക്കാനെത്തിയ പോലീസ് കണ്ടത് ഒട്ടും സുരക്ഷിതമല്ലാതെ കഴിയുന്ന ഒരു കുടുംബത്തിലെ 4 പെൺകുട്ടികളെയാണ്. അവരുടെ ജീവിതത്തിൽ അനിവാര്യമായ സുരക്ഷ ഒരുക്കി നൽകാൻ CI അമൃതരംഗനും സഹപ്രവർത്തകർക്കും ഒരു ലോക്ക്ഡൌണും തടസ്സമായില്ല. ആനപ്പാത്ത് കോളനിയിലെ കൂലിപ്പണിക്കാരനായ സുരേഷിന്റെ വീടാണിത്. ചുറ്റുമതിലില്ലാത്ത വീടിനോട് ചേർന്ന് നടവഴിയാണ്. നടവഴിക്കടുത്ത് 4 മരക്കൊമ്പുകൾ കുത്തിവെച്ച് പ്ലാസ്റ്റിക് ഷീറ്റ് ചുറ്റിയുണ്ടാക്കിയതായിരുന്നു ഇവരുടെ ശുചിമുറി. സുരേഷിന്റെ 12, 16, 20, 21 പ്രായമുള്ള പെൺകുട്ടികൾ കുളിച്ചിരുന്നത് ഇവിടെയാണ്. തീരെ സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷം. ഈ കോളനി കേന്ദ്രീകരിച്ച് വ്യാജമദ്യ നിർമ്മാണം നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മാസം CI അമൃതരംഗൻ കോളനിയിലെത്തിയത്. വീടുകളിൽ പരിശോധന നടത്തുന്നതിനിടെ വഴിയോരത്തെ ശുചിമുറി ശ്രദ്ധയിൽപ്പെട്ടു. കൂടുതൽ ചോദിച്ചറിഞ്ഞപ്പോൾ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലായി. ട്രിപ്പിൾ ലോക്ക്ഡൌണിനിടയിലും 20 ദിവസം കൊണ്ട് പുതിയ ശുചിമുറി നിർമ്മിക്കുകയായിരുന്നു. ആളുകളുടെ സഹായത്തോടെ പോലീസിന്റെ നേതൃത്വത്തിൽ 1 ലക്ഷം രൂപയോളം സമാഹരിച്ചാണ് ശുചിമുറിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നല്ല രീതിയിൽ കുളിമുറി പണിത് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു പോലീസിൻ്റെ ഒരു മുന്നോട്ടുള്ള യാത്രക്കും വളരെ സന്തോഷം തരുന്നുണ്ട്. പോലീസ് വോളണ്ടിയേഴ്സ് വിവിധ സന്തോഷത്തോടെ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് ഏകദേശം 1 ലക്ഷത്തിൻ്റെ അടുത്ത് വരുന്ന സംഭവം നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുൻപെങ്ങോ ശുചിമുറിയുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നെങ്കിലും സാമ്പത്തിക പ്രയാസം കാരണം സുരേഷിന് പൂർത്തിയാക്കാനായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്താണ് അമൃതരംഗൻ പാണ്ടിക്കാട് CI ആയി വന്നത്. 5 മാസം കൊണ്ട് 30ഓളം കഞ്ചാവ് കേസുകൾ പിടികൂടിയ അദ്ദേഹം ഭക്ഷ്യക്കിറ്റ് വിതരണം തുടങ്ങി നിരവധി ജനകീയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആനപ്പാത്ത് കോളനി ഇതിനോടകം പോലീസ് ദത്തെടുത്തു. തൃശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റി ലഭിച്ച അമൃതരംഗൻ കഴിഞ്ഞ ദിവസം പാണ്ടിക്കാട് നിന്നും മടങ്ങി. ന്യൂസ് 18 മലപ്പുറം. ഓൺലൈൻ പഠനകാലത്താണ് നമ്മുടെ കുട്ടികൾ ക്ലാസ് മുറികളിലെ പഠനത്തിൽ നിന്നും കൂട്ടുകാരുടെ ബഹളങ്ങളിൽ നിന്നുമാണ് അകന്ന് അവരിന്ന് വീടുകൾക്കുള്ളിലാണ്. അവരുടെ ക്ലാസ് മുറി അധ്യാപകൻ അയച്ചു കൊടുക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ ചോദ്യാവലികളും അധ്യാപകരുടെ കൊച്ചു കൊച്ചു നിർദ്ദേശങ്ങളിലും അവസാനിക്കുന്നതാണ്. വയനാട്ടിലെ ഒരു കൊച്ചു മിടുക്കൻ ലോക്ക്ഡൌൺ വിരസതയിൽ ഓൺലൈൻ പഠനത്തിനിടയിൽ വീർപ്പുമുട്ടി നടത്തിയ പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വയനാട് വൈത്തിരി ചേലോട് AUP സ്കൂളിലെ അഭയ് എന്ന കുട്ടിയാണ് വീഡിയോയിലൂടെ ഇങ്ങനെ സങ്കടപ്പെട്ടത്. വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവന്റെ റിപ്പോർട്ട്. ഈ പഠിത്തം എന്നൊക്കെ പറയണ്ടല്ലോ, പഠിത്തം എന്താ സാധനം ടീച്ചർമാരെ, പഠിച്ച് തല കേടാവുന്നുണ്ട് കേട്ടോ.
ടീച്ചർമാരെ, നിങ്ങളെ വിചാരം ഞങ്ങൾ പഠിക്കുന്നില്ല, ഞങ്ങളെ വിചാരം ഇവരിങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് എനിക്ക് വെറുത്ത് ടീച്ചർമാരെ. വയനാട് വൈത്തിരിയിലെ ചേലോട് AUP സ്കൂളിലെ അഭയ് എന്ന 6ാം ക്ലാസ്സുകാരന്റെ ഈ പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. വിദ്യാഭ്യാസ പ്രവർത്തകരും ഗവേഷകരും അധ്യാപകരും ഡോക്ടർമാരും ഉൾപ്പെടുന്ന സമൂഹം ഈ കുട്ടി പങ്കുവയ്ക്കുന്ന ആശങ്കകളെ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. കോവിഡ് നിയന്ത്രണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകൾ അടയ്ക്കപ്പെട്ടതോടെ വലിയ മാനസിക സമ്മർദ്ദങ്ങളിലാണ് നമ്മുടെ കുട്ടികൾ കഴിയുന്നത്. ഇതിന്റെ ഏറെ വലിയ തെളിവാണ് അഭയുടെ ഈ സങ്കടം പറച്ചിൽ. പഠനത്തിനിടയിൽ ഫോണിൽ അഭയ് തന്നെ റെക്കോർഡ് ചെയ്ത പ്രതികരണം പിന്നീട് ഒരു ബന്ധുവാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. വൈകുന്നേരം എൻ്റെ ചേച്ചി വിളിച്ച് മോനെ എപ്പോൾ എടുത്തതാ വീഡിയോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എന്തായിരിക്കും, ഗ്രൂപ്പൊക്കെ ഉള്ളതുകൊണ്ട് എന്താ വീഡിയോ എടുത്തതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ചേച്ചി ഫോണ് കട്ടാക്കി ഞാൻ വീഡിയോ നോക്കുമ്പോഴാണ് ഇങ്ങനെ കണ്ടത്. അവൻ്റെ മാമന്മാർ തന്നെയാണ്, അവരൊക്കെ കൂടിയാണ് ഇത് ഇങ്ങനെ വൈറലാക്കിയത്. അങ്ങനെ ഇട്ടാൽ എനിക്ക് ഭയങ്കര പ്രാന്താ. നിങ്ങൾ ഇങ്ങനെ എന്തിനാ ഇങ്ങനെ ഇടാൻ തരുന്നേ? ഒരു ഫോട്ടോ ഒക്കെ ഇടുകയാണെങ്കിൽ പിന്നെയും ഉണ്ട്. ഇതിപ്പോൾ 3, 10, 15 ഇടുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയ സങ്കടത്തോടെ പറയാ ടീച്ചർമാരെ, ഞങ്ങൾ ഇടല്ലേ കാൽ പിടിച്ച് പറയാ മാപ്പേ മാപ്പ് മാപ്പേ. കോവിഡ് നിയന്ത്രണങ്ങളുടെ കാലത്ത് മാസങ്ങളായി വീടിനകത്ത് മാത്രം ഒതുങ്ങിക്കഴിയുന്ന കുട്ടികളുടെ മാനസിക സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതിനോടകം വലിയ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. നമ്മൾ തുടരുന്നു. തിരുവല്ല ട്രാവൻകൂർ സ്പിരിറ്റ് കേസിൽ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് പുറമെ എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെയും വകുപ്പ് തല നടപടിക്ക് സാധ്യത. സ്പിരിറ്റ് വെട്ടിപ്പിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സ്പിരിറ്റ് സ്ഥാപനത്തിൽ എത്തുന്നത് മുതൽ വാഹന പരിശോധന, ഭാരപരിശോധന, മദ്യനിർമ്മാണം എന്നിവ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് നടത്തുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായെന്ന് അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. റിമാൻഡിലുള്ള 3 പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. കസ്റ്റഡിയിൽ ലഭിച്ചാൽ പ്രതികളെ ചൊവ്വാഴ്ച തെളിവെടുപ്പിനായി മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകും. സ്ഥാപനത്തിലെ 3 ജീവനക്കാർ ഒളിവിലാണ്. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ജവാൻ റം ഉൽപ്പാദനം ഇന്ന് പുനരാരംഭിക്കും. ഒരു ദിവസത്തെ ബോട്ടിലിംഗിലുള്ള മദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം അനുകൂലമായതോടെ ജോലികൾ ഇന്ന് പുനരാരംഭിക്കുമെന്ന് MD യോഗേഷ് ഗുപ്ത പറഞ്ഞു. പ്രൊഡക്ഷൻ ഡെപ്യൂട്ടി മാനേജർ സ്ഥാനത്ത് നിന്ന് വിരമിച്ച ജോർജ് ഫിലിപ്പിനാണ് താൽക്കാലിക ചുമതല. കോർപ്പറേഷൻ ഫിനാൻസ് മാനേജറുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം ചുമതല ഏറ്റെടുക്കും. അമ്മ കരിയിലക്കൂനയിൽ ഉപേക്ഷിച്ച നവജാത ശിശു മരിച്ച കേസിൽ സുപ്രധാന മൊഴികൾ ഇന്ന് കോടതിയിൽ രേഖപ്പെടുത്തും. അമ്മ രേഷ്മയെ കബളിപ്പിക്കാനായി ബന്ധുക്കളായ ആര്യയും ഗ്രീഷ്മയും അജ്ഞാത കാമുകൻ എന്ന നിലയിൽ സന്ദേശങ്ങൾ അയച്ചത് മറ്റു 2 പേർ കൂടി പിന്നീട് അറിഞ്ഞിരുന്നു. ഗ്രീഷ്മ അറസ്റ്റിലായ ശേഷം ആര്യ ഭർത്താവിൻ്റെ അമ്മയോടും ഗ്രീഷ്മ സുഹൃത്തിനോടുമാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇവരുടെ മൊഴി കോടതി മുൻപാകെ രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. കോവിഡ് ബാധിതയായതിനാൽ രേഷ്മയെ ജയിലിൽ ചോദ്യം ചെയ്യുന്നതിനെക്കുറിച്ചും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ എസ്റ്റേറ്റ് ലയത്തിലെ 6 വയസ്സുകാരിയുടെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട അയൽവാസിയായ 22-കാരനെ അറസ്റ്റ് ചെയ്തു. വണ്ടിപ്പെരിയാർ ചൂരക്കളം സ്വദേശി അർജുനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാസം 30-നാണ് കണ്ണൻ പ്രേമലത ദമ്പതികളുടെ ഇളയ മകൾ ഹർഷിത ലയത്തിനുള്ളിൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ ഷാൽ കുരുങ്ങി മരണപ്പെട്ടു എന്നായിരുന്നു പ്രാഥമിക നിഗമനം. ഡോക്ടറുടെ പരിശോധനയിൽ അസ്വാഭാവികത സൂചിപ്പിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പ്രതി അർജുൻ സ്ഥിരമായി കുട്ടിയെ പീഡിപ്പിച്ചിരുന്നതായി, സംഭവ ദിവസം പീഡനത്തെ തുടർന്ന് മരിച്ച കുട്ടിയെ ഷോളിൽ കെട്ടിത്തൂക്കിയതാണെന്നും പോലീസ് പറഞ്ഞു. ജമ്മു കാശ്മീരിലെ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ കേരളത്തിലും തമിഴ്നാട്ടിലും അതീവ ജാഗ്രതാ നിർദ്ദേശം. 2 സംസ്ഥാനങ്ങളിലും പ്രാദേശിക ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. തെക്കൻ അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ 27-നുണ്ടായ ഡ്രോൺ ആക്രമണങ്ങൾക്ക് തുടർച്ചയുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്നത്. കാശ്മീരിൽ തന്നെ വിവിധ ഇടങ്ങളിലായി
5-ലേറെ ഡ്രോണുകൾ കൂടി കണ്ടെത്തിയിരുന്നു. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ഡ്രോൺ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യതയാണ് കേന്ദ്ര ഏജൻസികൾ പങ്കുവയ്ക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ തമിഴ്നാടിനും കേരളത്തിനും മുന്നറിയിപ്പ് നൽകിയത്. താലിബാൻ അടക്കമുള്ള സംഘടനകൾ ആക്രമണം നടത്താനുള്ള സാധ്യതകൾ രഹസ്യാന്വേഷണ വിഭാഗം തള്ളിക്കളയുന്നില്ല. തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കേരളത്തിൽ നിന്ന് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ആളുകൾ പോയതും ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട്. കേരളത്തിന്റെ തെക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് സുരക്ഷ കൂടുതൽ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശ്രീലങ്കൻ തുറമുഖമായ അമ്പന്തോറ ചൈനീസ് നിയന്ത്രണത്തിലേക്ക് മാറിയതും ജാഗ്രതാ നിർദ്ദേശത്തിന് കാരണമായിട്ടുണ്ട്. കോന്നി, പത്തനാപുരം എന്നിവിടങ്ങളിൽ അടുത്തിടെ തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യം കേന്ദ്ര ഏജൻസികൾ ഗൗരവമായിട്ടാണ് വിലയിരുത്തുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയടക്കം ഇതിന്റെ തുടർ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. കോയമ്പത്തൂർ, തിരുച്ചിറപ്പള്ളി, കന്യാകുമാരി എന്നിവിടങ്ങളിലെയും തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലെയും സംഘടനകളുടെ പ്രവർത്തനങ്ങളും ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും തെക്കൻ തീരമേഖലയിൽ നാവികസേനയും തീരസുരക്ഷാ സേനയും ജാഗ്രതയും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. വിഖ്യാത എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന് ജന്മനാട്ടിൽ സ്മാരകം ഒരുങ്ങി. തലയോലപ്പറമ്പിൽ തയ്യാറാക്കിയ ആർട്ട് ഗാലറി ബഷീറിന്റെ ഓർമ്മ ദിനമായി ഇന്ന് നാടിന് സമർപ്പിക്കും. പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ ഓർമ്മകൾക്ക് ജന്മനാട്ടിൽ ഇനി ഒരിടമുണ്ടാകും. മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു പിടി കഥാസന്ദർഭങ്ങളിലൂടെ. ചിത്രങ്ങൾ മാത്രമല്ല, ബഷീർ ശില്പവും ഈ ആർട്ട് ഗാലറിയിൽ ഉണ്ട്. തലയോലപ്പറമ്പ് പാലം കടവിലെ ബഷീർ സ്മാരക സമുച്ചയം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇന്ന് നാടിന് സമർപ്പിക്കും. ബഷീറിൻ്റെ ഒരു അർദ്ധകായ പ്രതിമ ഇവിടെ കഴിഞ്ഞ ഒരു 1.5 വർഷമായി കൃഷ്ണശിലയിൽ കൊത്തി പണിത് പൂർത്തിയായി ഇവിടെ സ്ഥാപിക്കാൻ പോവുകയാണ്. തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്റ്റോൺ ഫൗണ്ടേഷൻ കേരളയുടെ സഹകരണത്തോടെയാണ് ഗ്യാലറി ഒരുക്കിയത്. ന്യൂസ് 18 കോട്ടയം. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ 102ാം ജന്മവാർഷികമാണെന്ന്. തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിലെ കരുണാകര പ്രതിമയിൽ രാവിലെ കോൺഗ്രസ് പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തും. KPCC ഓഫീസിൽ നടക്കുന്ന അനുസ്മരണത്തിന് പ്രസിഡന്റ് കെ സുധാകരൻ നേതൃത്വം നൽകും. വൈകിട്ട് കരുണാകരൻ സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടക്കും. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ MN കാരശ്ശേരി സപ്തതിയുടെ നിറവിൽ. അധ്യാപകനായി തുടങ്ങിയ സാംസ്കാരിക പ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കാരശ്ശേരി അരനൂറ്റാണ്ടായി മലയാളികളുടെ ബൗദ്ധിക മണ്ഡലത്തിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. കോഴിക്കോട്ടെ കാരശ്ശേരി എന്ന മലയോര ഗ്രാമത്തെ മലയാളിയുടെ സാംസ്കാരിക പരിസരത്തോട് കൂട്ടിച്ചേർത്ത എഴുത്തിൻ്റെ കുലപതി 70ൻ്റെ നിറവിലാണ്. എഴുത്തും സാമൂഹ്യ വിമർശനങ്ങളും ഒക്കെയായി കേരളത്തിൻ്റെ ബൗദ്ധിക മണ്ഡലങ്ങളിൽ തീപടർത്തിയ മുഹിയുദ്ദീൻ നടുക്കണ്ടി മലയാളിക്ക് MN കാരശ്ശേരിയാണ്. വ്യവസ്ഥിതിക്കെതിരെയുള്ള പോരാട്ട ഭൂമികയിൽ അരനൂറ്റാണ്ടിലധികമായി കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു കാരശ്ശേരി. മുസ്ലിങ്ങൾക്കിടയിൽ സാമൂഹ്യ പരിഷ്കരണത്തിന് വിത്തുപാകിയപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വിമർശനങ്ങൾ നിരവധി. സപ്തതിയിലും വാർദ്ധക്യത്തെ മനസ്സുകൊണ്ട് പടിക്കു പുറത്തു നിർത്തിയിരിക്കുകയാണ് കാരശ്ശേരി മാഷ്. അധ്യാപനമാണെങ്കിലും എഴുത്താണെങ്കിലും പിന്നെ സാംസ്കാരിക പ്രവർത്തനമാണെങ്കിലുമൊക്കെ ഞാൻ ശരി എന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തതും പറഞ്ഞൊക്കെ അത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് എന്നെ കൊണ്ടാവുമ്പോൾ ഞാൻ പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു 10 ഉറുപ്പ്യ കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഒരാൾ ചീത്ത പറയുന്നത് പേടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയോ ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. 70-ൽ പരം പുസ്തകങ്ങൾ രചിച്ചു. മാപ്പിള സാഹിത്യം, മതം, മതേതരത്വം, വർഗീയത തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു രചനകൾ. ശരീഅത്തിലെ സ്ത്രീവിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധതയും തുറന്നു കാണിച്ച ഉമ്മമാർക്ക് വേണ്ടിയൊരു സങ്കടഹർജി എന്ന പുസ്തകം മതമൗലികവാദികളുടെ എതിർപ്പ് വലിയ തോതിൽ നേരിട്ടപ്പോഴും കാരശ്ശേരി മാഷ് തളർന്നില്ല. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ ശരിയുടെ വഴിയിൽ തോൾസഞ്ചിയും തൂക്കി അദ്ദേഹം ഇപ്പോഴും സജീവമാണ്. ഹൃദയങ്ങളിൽ വിപ്ലവത്തിൻ്റെ തീ കോരിയിടുന്ന പ്രഭാഷണങ്ങളുമായി
കാരശ്ശേരി മാഷ് അരികിൽ തന്നെ നിൽക്കുമ്പോഴാണ് നമ്മുടെ സാംസ്കാരിക പരിസരം ചലനാത്മകമാവുന്നത്. ആസാദ് മുക്കത്തിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കുഞ്ഞനിലകൾ വിശാലമായ ക്യാൻവാസ് ആക്കുകയാണ് ആലപ്പുഴ വയലാർ സ്വദേശി ജോബി ലാൽ. ആലിൻ്റെയും പ്ലാവിൻ്റെയും ഒക്കെ ഇലകൾ ഉപയോഗിച്ച് ജോബി നിർമ്മിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ്. ജോബിയുടെ ലീഫ് ആർട്ടിൻ്റെ വിശേഷങ്ങൾ കാണാം. സിനിമകളിൽ ആർട്ട് വർക്ക് ചെയ്തിരുന്ന ജോബി കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്താണ് ഇലകൾ കാർന്ന് ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ലീഫ് ആർട്ട് പരീക്ഷിച്ചു നോക്കുന്നത്. സർജിക്കൽ ബ്ലേഡ് ചെറിയ ഒരു ചൂരൽ കഷ്ണത്തിൽ ഉറപ്പിച്ചാണ് ഇലകളിൽ ചിത്രങ്ങൾ വരയ്ക്കുക. ഇതിനായി ഇലകളിൽ ആദ്യം സ്റ്റെൻസിൽ ചെയ്യും, പിന്നീട് കാർന്നെടുക്കുകയാണ്. നിമിഷങ്ങൾ കൊണ്ടാണ് ജോബി മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുക. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ആലിൻ്റെ ഇല, പേരാല്, പ്ലാവിൻ്റെ ഇലയിൽ ഇപ്പോൾ കൂടുതലും വരച്ചിരിക്കുന്നത്. ഒരുപാട് സ്പീഡിൽ ഇപ്പോൾ ചെയ്യാമെന്നായി. ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ മന്ത്രിമാരെ ചെയ്തത് ഒരു ദിവസം 5 എണ്ണമൊക്കെ വെച്ച് ചെയ്തു. രാവിലെ പണിയില്ലാത്ത കാരണം രാവിലെ എഴുന്നേറ്റ ഉടനെ പല്ല് വെച്ച് തുടങ്ങിയേക്കണം. അപ്പോൾ ഒരു ദിവസമൊക്കെ ഒരു 4-5 എണ്ണമൊക്കെ വെച്ച് ഇപ്പോൾ ചെയ്യാവുന്നുള്ളൊരിതായിട്ടുണ്ട്. ചിത്രങ്ങളുടെ മനോഹാരിത കണ്ട് മഞ്ജു വാര്യരടക്കം ജോബിയുടെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഇലകളിൽ പുതുതായി പരീക്ഷിച്ചത് മന്ത്രിമാരുടെ ചിത്രങ്ങളാണ്. എല്ലാം ഒന്നിനൊന്ന് മികച്ചത്. ലോക്ക്ഡൌണിലെ വിരസത പുത്തൻ പരീക്ഷണങ്ങൾക്ക് വഴിവെച്ചപ്പോൾ നിരവധി ആളുകളാണ് ജോബിക്ക് അഭിനന്ദനവുമായി എത്തിയത്. ന്യൂസ് 18 ആലപ്പുഴ. ഇടവേള. ഇനി കായിക വാർത്തകളിലേക്ക് പോകാം. കരുത്ത് കാട്ടാൻ കാനറികൾ, പേരെടുക്കാൻ പെറു. നോക്കാം യൂറോ കോപ്പ വിശേഷങ്ങൾ. യൂറോ കപ്പ് സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കം. ബുധനാഴ്ച രാത്രി കഴിഞ്ഞ് 12:30 സ്പെയിൻ ഇറ്റലിയെ നേരിടും. 1968 ശേഷം യൂറോ കിരീടമാണ് ഇറ്റലിയുടെ ലക്ഷ്യം. 4ാം യൂറോ കിരീടമാണ് സ്പെയിൻ ലക്ഷ്യമിടുന്നത്. 2ാം സെമിയിൽ ഇംഗ്ലണ്ടിനെതിരായി ഡെൻമാർക്കാണ്. വ്യാഴാഴ്ച രാത്രി 12:30 മത്സരം. 1996 ശേഷമാണ് ഇംഗ്ലണ്ട് സെമിയിലെത്തുന്നത്. 29 വർഷത്തിന് ശേഷം ഡെൻമാർക്ക് വീണ്ടും ഒരു കിരീടം ലക്ഷ്യം വയ്ക്കുന്നു. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.